നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്, എഗ് ലബാബ്ദാർ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതിന്റെ ഗ്രേവിക്ക് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, ഒരു 8 അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നെടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിന്റെ തൊലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ റോസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനി അടുപ്പത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്കിട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ഇതിപ്പം 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഈ തക്കാളിയുടെ തൊലിയെല്ലാം വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇതിനി ചൂടാറുമ്പോൾ മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. തക്കാളിന്റെ തൊലി കളഞ്ഞിട്ട് ഇറക്കാം. ഇപ്പൊ എല്ലാം ചൂടാറിയിട്ടുണ്ട്. തക്കാളിന്റെ തൊലിയും മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇനി നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കയും 2 ഗ്രാമ്പൂവും 2 ബേ ലീഫും ഇടാം. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഈ സ്പൈസസിന്റെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് ഇത് കുറച്ച് വലിയൊരു സവാള വളരെ ചെറുതായി മുറിച്ചാണ് ഇതിട്ട് കൊടുക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഇത് ഏകദേശം 1 മിനിറ്റ് ഇളക്കി വഴറ്റിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ എടുത്തത് പിരിയൽ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ വേണമെങ്കിൽ ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയതോ തിളപ്പിച്ച് ചൂടുള്ളതോ ആയ വെള്ളം ഒഴിക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. 3 മുട്ട പുഴുങ്ങി 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിൽ നിന്ന് ഇങ്ങനെ ഈ മുട്ടേന്റെ മേലെ ഒഴിച്ച് കവർ ചെയ്ത് കൊടുക്കാം. മുട്ട അധികം അനക്കാതെ ചെയ്യണം. ഇതിനി അടച്ചു വെച്ച് തീ കുറച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പം ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞു. ചാറെല്ലാം കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റില് എഗ് ലബാബ്ദാർ റെഡിയാണ്. ഇതിനി ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇതിന്റെ മേലെ ഒരു പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തിടാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.